ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ നല്ല അടിപൊളിയും മഴയും തണുപ്പുവാ. എനിക്ക് കുറച്ചു നേരം ചൂടാകും, കുറച്ചു നേരം തണുപ്പാകും. എനിക്ക് കുറച്ചു നേരം രാത്രി വരെ ചൂടാകും. ഞാൻ നിങ്ങളുടെ ദേവതയുടെ കഥ പറയട്ടെ. നമ്മള് എപ്പോഴും സത്യസന്ധരായിരിക്കണം. ഡോണ്ട് ലൈ, നുണ പറയരുത്. ഈ കഥയിലെ മെയിൻ ആരാണ്? അലി. ഒരു വനവെട്ടുകാരനാണ്. ഡിയർ ഫ്രണ്ട്സ്, നമുക്കെങ്കിലും കഥ കേട്ടാലോ? ദ ഓണസ്റ്റ് വുഡ് കട്ടർ, സത്യസന്ധനായ മരം വെട്ടുകാരൻ. കരീം വാസ് എ പുവർ മാൻ. കരീം വളരെ ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. ഹി earned his living by cutting wood and selling it. അവൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് അത് വിറ്റാണ് അവൻ ജീവിച്ചിരുന്നത്. He had a big family to support. അവന് ഒരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുടുംബത്തിലെയൊക്കെ കാര്യം നോക്കേണ്ടത് ഈ കരീമായിരുന്നു. One day, when Karim went into the forest to cut wood, he slipped off and his axe went down into the nearby pond. ഒരു ദിവസം കരീം കാട്ടില് മരം വെട്ടാൻ പോയപ്പോ എന്താ സംഭവിച്ചത്? അവന്റെ കയ്യിരുന്ന കോടാലി നേരെ തെറിച്ച് കുളത്തിലോട്ട് വീണു. He tried his best, but he could not get it back with his axe. He started weeping. അവൻ ഒത്തിരി കഷ്ടപ്പെട്ടു ആ ആക്സ് കോടാലി ഒന്ന് എടുക്കാൻ. പക്ഷെ അവന് കിട്ടിയോ? അത് ഇല്ല. സോ എന്താ സംഭവിച്ചത്? He started weeping. അവൻ കരയാൻ തുടങ്ങി. Suddenly, Karim heard a voice calling, Karim, what's your problem? പെട്ടെന്ന് കരീം ഒരു ഒച്ച കേട്ടു. എന്താ ഒച്ച? കരീം, what's your problem? കരീം, നിന്റെ പ്രശ്നം എന്താണ്? He lifted his head and saw a fairy in front of him. അവൻ തല ഉയർത്തി നോക്കുമ്പോൾ തന്റെ മുമ്പിൽ ആരാ നിൽക്കുന്നത്? ഒരു ഫെയറി. What is the meaning of fairy? ദേവത. He told, I lost my axe in the pond. കരീം എന്താ ഫെയറിയോട് പറഞ്ഞേ? I lost my axe in the pond. എന്റെ കോടാലി ഈ കുളത്തില് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ദേവതമാർ അങ്ങനെ നുണ പറയത്തില്ലല്ലോ. നമുക്ക് നോക്കാം ഫെയറി എന്താ ചെയ്യുന്നേന്ന്. The fairy said, Don't worry, I will get your axe. Saying this, the fairy dived into the pond. അപ്പൊ എന്തായാലും ഫെയറി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ കോടാലി ഞാൻ എടുത്തു തരാം. ഇത്രയും പറഞ്ഞിട്ട് എന്താ ഫെയറി ചെയ്തത്? നേരെ കുളത്തിലോട്ടൊരു ചാട്ടം. The fairy came up with a golden axe decorated with precious stones and asked, Karim, is this the axe? Karim said, No. ഈ ഫെയറി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുളത്തിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ദേവതയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു ഗോൾഡൻ ആക്സ്, ഒരു സ്വർണ്ണ കോടാലി. അവത്തേലാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഫെയറി എന്താ ചോദിച്ചത്? കരീം, is this the axe? കരീമിനോട് ചോദിച്ചു, കരീം, ഇതാണോ നിന്റെ കോടാലി? കരീം said, No. കരീമിന്റെ മറുപടി എന്തായിരുന്നു? അല്ല, ഇതെന്റെ കോടാലിയല്ല. The fairy dived once more, and this time the fairy came up with a silver axe. Once again Karim said, No, this is not mine. വീണ്ടും ഫെയറി ആ കുളത്തില് അപ്രത്യക്ഷയായി. Then പിന്നീട് വന്നത് എങ്ങനെയാണ്? കയ്യിലൊരു വെള്ളിക്കോടാലിയുമായി. അപ്പോഴും കരീമിന്റെ മറുപടി എന്തായിരുന്നു? No, this is not mine. ഇത് എന്റെ കോടാലി അല്ലാന്ന് തന്നെ അവൻ പറഞ്ഞു. നമുക്ക് നോക്കാം, ഇത് കരീമിനെ പറ്റിക്കുവാണോ അതോ കരീമിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണോ? നമുക്ക് നോക്കാവേ. The third time the fairy came up with Karim's axe. മൂന്നാമത്തെ തവണ നമ്മുടെ ദേവത വന്നത് കരീമിന്റെ കോടാലി തന്നെയായിട്ടാണ്. Now
Karim was filled with joy. അവന്റെ ആ കോടാലി കണ്ടപ്പോ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. The fairy too was happy on Karim's honesty. കരീമിന്റെ ആ സത്യസന്ധതയില് നമ്മളുടെ ദേവത ഒത്തിരി സന്തോഷവതിയായിരുന്നു. She gave Karim all the 3 axes and blessed him. എന്നിട്ട് എന്താ ചെയ്തത്? ആ സ്വർണ്ണ കോടാലിയും വെള്ളിക്കോടാലിയും കൂടി അവന്റെ കോടാലിയുടെ കൂടെ തന്നെ ഈ ദേവത കരീമിന് സമ്മാനിച്ചു. എന്നിട്ട് അവനെ അനുഗ്രഹിച്ച് അവിടുന്ന് അപ്രത്യക്ഷയായി. അനിരുദ്ധ്, ഈ സ്റ്റോറിയുടെ മോറൽ എന്താണപ്പോ? Honesty pays. വെരി ഗുഡ്, യു സെഡ് ഇറ്റ്. ഓണസ്റ്റി പേസ്. സത്യസന്ധതയ്ക്ക് എന്നും നമുക്ക് പ്രതിഫലം കിട്ടും, അല്ലേ? അപ്പൊ നമ്മൾ സത്യസന്ധരായിരിക്കണല്ലേ. അവൻ എന്താ പറ്റി? എന്നിട്ടെന്താ, അവൻ ആ 3 കോടാലിയും കൊണ്ട് വീട്ടിൽ പോകും. അപ്പൊ ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ എപ്പോഴും നമ്മൾ സത്യസന്ധരായിരിക്കണം. ബി ഓണസ്റ്റ് ഇൻ അവർ life. Is it clear for you? Friends, do you